പ്രസവവേദന വന്നതാകുന്ന കണ്ണൂർ ജില്ലയിലുള്ള പാവപ്പെട്ട സഹോദരി ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല, മരണം പ്രതീക്ഷിച്ചതല്ല. തന്റെ ഭർത്താവ് പ്രതീക്ഷയോട് പറയുകയാണ്, പ്രതീക്ഷയെ വണ്ടിയെടുക്ക്, നമുക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോകണേ. വേഗം തന്നെ വാഹനം എടുത്തുകൊണ്ട് പോകുമ്പോ അതാ തന്റെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യയുടെ മാതാപിതാക്കളും വാഹനത്തിൽ കയറുകയാണ്, മൂത്ത മകളും വാഹനത്തിൽ കയറുകയാണ്. പോകുന്ന വഴിയിൽ അച്ഛൻ തന്നെ പുറകിലിരുന്ന് പറയുന്നുണ്ട്, എന്തോ മണം വല്ലാതെ കടന്നു വരുന്നുണ്ട് പ്രതീക്ഷയെ. പക്ഷേ തന്റെ പ്രിയപ്പെട്ട ഭാര്യ തൊട്ടടുത്തിരിക്കുന്ന ഫ്രണ്ട് സീറ്റിൽ തന്നോടൊപ്പം ഇരിക്കുന്ന പൊന്നു ഭാര്യ അവൾ പ്രസവവേദന കൊണ്ട് നിലവിളിക്കുന്നത് കേട്ടപ്പോ ഭർത്താവാകുന്ന മനുഷ്യൻ ചിന്തിച്ചില്ല, ഇത് മരണത്തിലേക്കുള്ള ദൂരമാണ്, മരണത്തിലേക്കുള്ള അടുപ്പമാണെന്ന് ചിന്തിച്ചില്ല. വേഗം തന്നെ വേഗം പോവുകയാണ്. അതാ ഹോസ്പിറ്റലിലേക്ക് എത്താൻ ഒരു 100 മീറ്റർ എത്തുമ്പോ ഖാബിദുൽ അർവാഹ് മലക അലൈഹിസ്സലാം മടന്നു വന്നുകൊണ്ട് ശരീരത്തിൽ നിന്ന് ആത്മാവിനെ പിടിച്ചില്ലേ. അച്ഛനും അമ്മയും മൂത്ത മകളും ഇളയമയും അടക്കമുള്ളവർ നോക്കി നിൽക്കേ, അവർ ഒച്ചപ്പാടിടൽകെ ആ പാവപ്പെട്ട ഗർഭിണിയാകുന്ന സഹോദരിയും അവരുടെ ഭർത്താവും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയില്ലേ. എത്ര വലിയ ദുരന്തമാ! ഈ രീതിയിൽ തന്നെ എത്ര ആളുകളാണ് ഈ കഴിഞ്ഞ 2 മാസങ്ങളിൽ മരണപ്പെട്ടു പോയിട്ടുള്ളത്. കേരളത്തെ നടുക്കിയതാകുന്ന ഇത്തരത്തിലുള്ള വാർത്തകൾ അല്ലാഹുവേ പടച്ചറപ്പേ, ആ കുടുംബത്തിലെ സർവർക്കും നീ ക്ഷമ കൊടുക്കണേ അല്ലാ. ഇത്തരത്തിലുള്ള വിപത്തുകളിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ അല്ലാ. അതുകൊണ്ട് ഏത് സമയത്തും എവിടെ വെച്ചും അസ്റായീൽ അലൈഹിസ്സലാം കടന്നു വരാ. ഒരു കുഞ്ഞിനെ ജന്മം നൽകിയാൽ അമ്മ തീരുമാനിച്ചാൽ ആ കുഞ്ഞിനെയും വേണ്ട തള്ളയും വേണ്ട എന്ന് പടച്ചറപ്പിന്റെ തീരുമാനമാണ് വലുത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനം അലംഘനീയമായ തീരുമാനമാണ്. ആർക്കും അത് ലംഘിക്കാൻ പറ്റുകയില്ല. ഏത് സമയത്തും കടന്നു വരാം. അതുകൊണ്ട് അഹന്ത വെക്കാതെ, അഹങ്കരിക്കാതെ, ഒരാളോടും വിദ്വേഷം വെക്കാതെ, ഒരു മനുഷ്യനോടും വെറുപ്പ് വെക്കാതെ പരസ്പരം സ്നേഹിക്കാൻ നമുക്ക് കഴിയണം. കാരണം അടുത്ത സെക്കൻഡിൽ മരണം വരാം. മരിക്കുന്ന സമയത്ത് 10 പേര് പറയണം, ഈ മനുഷ്യൻ നല്ലവനാണ്, കരുനാഗപ്പള്ളിയിലെ താച്ചയിൽ ജംഗ്ഷനുള്ള സഹോദരനാണ്, ഇദ്ദേഹത്തെ എനിക്കറിയാം, ഇദ്ദേഹം ജീവിതത്തിൽ സുഹൃതങ്ങൾ അനുഷ്ഠിച്ച വ്യക്തിയാണ്, നമസ്കാരങ്ങൾ ചിട്ടവെച്ച വ്യക്തിയാണ്, നോമ്പുകൾ നോറ്റ് വീട്ട വ്യക്തിയാണ്, സകാത്തുകൾ കൊടുത്തു വീട്ടിയ വ്യക്തിയാണ്, ഒരുപാട് നന്മയാർന്ന ജീവിതം നയിച്ച മനുഷ്യനാ അദ്ദേഹം. സാലിഹാണ്, സാലിഹാണ്, സാലിഹാണ്. 10 പേര് നമ്മളെ കുറിച്ച് നന്മ പറഞ്ഞാൽ പെങ്ങളെ, സോദരാ, സോദരി, തീർച്ചയായും നമ്മൾ സ്വർഗത്തിലാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് നമുക്ക് വേണ്ടത്. ഒരുപാട് കാലം ജീവിക്കുക എന്നുള്ളതല്ല, ജീവിക്കുന്ന കാലം അത്രയും നന്മ ചെയ്യാൻ സഹോദരങ്ങളെ. ഒരാളെയും നോവിക്കാൻ പാടില്ല, ഒരു എറുമ്പിനെ പോലും നോവിക്കാൻ പാടില്ല. അതല്ലേ എറുമ്പിൻ കൂടുകളെ പോലും തീയിട്ട് കരിക്കരുതെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനെപ്പോലും നോവിക്കാൻ പാടില്ല. നടന്നു നീങ്ങവേ വഴിയരികിൽ നിന്ന് ഇല ഇങ്ങനെ പറിച്ചെടുത്തിട്ട് കയ്യിലിട്ട് വെറുതെ ഞെരടി, കയ്യിലിട്ട് ഇങ്ങനെ കശക്കി കളഞ്ഞു ഒരു സഹാബി. നബി പറഞ്ഞു, ചെയ്യരുത്, പ്രകൃതിയോട് കാണിക്കുന്ന ദുരന്തമാണ്. ഹബീബ് മുഹമ്മദ് മുസ്തഫ എന്ന് പറഞ്ഞാൽ ഒരു നിലയ്ക്കും മുസ്ലിമിന്റെ ഭാഗത്ത് നിന്ന് ഒരു നിലയ്ക്കുമുള്ള മോശമാകുന്ന പ്രവണത ഉണ്ടാകാൻ പാടില്ല. അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദി. അതാണ് മുസ്ലിം. യഥാർത്ഥ സത്യവിശ്വാസി അങ്ങനെയാണ്. അവന്റെ ശരീരം കൊണ്ടും അവന്റെ ഹൃദയം കൊണ്ടും അവന്റെ പ്രവർത്തനം മൂലവും മറ്റൊരാളെ വേദനിപ്പിക്കുകയേ ഇല്ല. ഖുർആൻ അനുസരിച്ചുള്ള ജീവിതം ഇന്നത്തെ തലമുറ കൈക്കൊള്ളുന്നില്ല. മോശപ്പെട്ട സിനിമകൾ കണ്ടുകൊണ്ട് നടക്കുകയാണ്. ഇന്നതാ 40-50 വയസ്സുള്ളതാകുന്ന ഉമ്മമാര് പണ്ട് കോളേജിൽ പഠിച്ചതാകുന്ന കൂട്ടുകാരികളുമായി റീയൂണിയൻ നടത്തുന്നതായ കാലയളവല്ലയോ. പഴയ ക്ലാസ്മേറ്റുകളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഒരു പരിപാടി സംഘടിപ്പിക്കുന്ന തിരക്കിലല്ലയോ ഇന്ന് നടക്കുന്ന ഏറ്റവും വലിയ അശ്ലീലതയാണ്. ഞാൻ അങ്ങനെ തന്നെ തീർത്തു പറയുകയാണ്. എന്താ കാരണം? 40 വയസ്സുള്ള ഉമ്മ നല്ല ജീവിതം നയിച്ചു പോവാണ്, ഒരു കുഴപ്പമില്ല, കുടുംബത്തിൽ വളരെ റാഹത്തായ ജീവിതം നയിച്ചു പോകുന്നു, ഭർത്താവുണ്ട്, മക്കളും ഒന്നിച്ചുള്ള ജീവിതം, വളരെ സന്തോഷകരമാകുന്ന ചെറിയ കുടുംബ ജീവിതം, സന്തുഷ്ട ജീവിതം. അത് നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോ ഒരു മിസ് കോൾ വന്ന് വീഴുകയാണ്. ആ മിസ് കോൾ നോക്കി പരിശോധിച്ച് നോക്കിയപ്പോ മറ്റാരുമല്ല, പണ്ട് കോളേജിൽ പഠിച്ച കൂട്ടുകാരനാണ്, BA കൂടെ പഠിച്ചവനാണ്.
അവനുമായിട്ട് പിന്നെ സനൽകുമാറുമായിട്ട് ബന്ധമായി, അവനുമായിട്ട് കണക്ഷനായി. അവൻ പറയും നമുക്കൊരു കൂട്ടായ്മ കൂട്ടണ്ടേ. അങ്ങനെ കൂട്ടുകണ്ട് റീയൂണിയൻ. പണ്ട് പഠിച്ച കോളേജിൽ പഠിച്ചതാകുന്ന കുട്ടികളെല്ലാം കൂടി 10ാം ക്ലാസ്സിലും +1-നും +2-നും BA-ക്കും MCOM-നും ഒക്കെ പഠിച്ച മക്കളെയൊക്കെ കൂട്ടിയിട്ട് ഒരു ഗ്യാങ് കൊണ്ടുവരിക, ഒരു ക്ലാസ്മേറ്റിന്റെ കൂട്ടായ്മ. അതിലൂടെ ഉണ്ടാകുന്ന നാശം എന്താ? അതിനകത്ത് പലരും വിവാഹം കഴിക്കാത്തവരുണ്ടാകും, വിവാഹം കഴിഞ്ഞതാകുന്ന തള്ളമാരുണ്ടാകും. 40 വയസ്സുള്ള ഉമ്മമാർ, 4ഉം 5ഉം പ്രസവിച്ച പെണ്ണ്, ഭർത്താവ് ഗൾഫിലാണ്, വലിയ സംസാരമൊന്നുമില്ല, ഇടയ്ക്കിടയ്ക്ക് ഫോൺ വിളിക്കുന്നുള്ളൂ. അതിന് പകരം ഫോൺ വിളിക്കാൻ അവിടെ കൂട്ടുകാരനെ കിട്ടാൻ അവൻ ശരിക്കും മുതലാക്കാണ് ഈ പെണ്ണിനെ. പിന്നെ അവനായിട്ട് കണക്ഷനായി. ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ പാതകം, ഏറ്റവും വലിയ തെറ്റാണ്. ഇത് പറയാതിരിക്കുന്നത് എങ്ങനെയാ? പെണ്ണുങ്ങൾക്ക് പിന്നെ നല്ല റാഹത്ത്, കലബില നല്ല വർത്താനം പറയാൻ ആളെ കിട്ടി, സുഖം പരിപാടി. അല്ലാഹുവേ ഞങ്ങൾ അതേ കാക്കണേ അല്ലാ. ഈ രീതിയിൽ സ്വന്തം ഭർത്താവിനെ പോലും പറ്റിക്കുന്നതായ സഹോദരിമാർ ഇന്ന് ഈ സമൂഹത്തിൽ കൂടി വരുകയല്ലയോ? ഭാര്യയുടെ സൗന്ദര്യം ചുക്കിച്ചുളഞ്ഞ് നിലകൊള്ളുമ്പോ 4ഉം 5ഉം പ്രസവിച്ചതാകുന്ന പ്രിയപ്പെട്ടതാകുന്ന സ്വന്തം ഭാര്യയെ അകറ്റിക്കൊണ്ട് മറ്റുള്ളതാകുന്ന പരസ്ത്രീകളുമായി ബന്ധം പുലർത്താൻ ഇത്തരത്തിലുള്ളതാകുന്ന യോഗങ്ങൾ കൂടി വരുകയല്ലയോ? അതെല്ലാം ആ രീതിയിലേക്ക് മാറ്റപ്പെട്ടു പോയില്ലയോ? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്നൽ അബ്ദ ലയുഹരിമു റിസ്ഖ ബിദംബില്ലദീ യുസീബുഹു. ഒരു അടിമയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ബറക്കത്ത് തടയപ്പെടുന്നത്, അവന്റെ വിഭവങ്ങൾ ഇല്ലാതാക്കപ്പെടുന്നത്, അവന്റെ സമ്പത്ത് കുറവ് വരുത്തുന്നത്, അവനുള്ള സന്താനങ്ങളിൽ കുറവ് വരുന്നത്, അവനുള്ളാകുന്ന ഭാര്യയുടെ ഭർത്താവ് മൊത്തമുള്ള ജീവിതത്തിൽ സന്തോഷം കിട്ടാതായി പോകുന്നത് നിന്റെ ജീവിതത്തിലുള്ള ഇത്തരത്തിലുള്ള തെറ്റുകളാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. നീ ചെറുതായിട്ടായിരിക്കും കാണുന്നത്, പക്ഷേ ഒരു പെണ്ണ് നിൽക്കേണ്ടടുത്ത് നിൽക്കണേ, ഒരു പുരുഷൻ നിൽക്കേണ്ടടുത്ത് നിൽക്കണേ. അന്യരാകുന്ന സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള ഇത്തരത്തിലുള്ള സങ്കലനങ്ങൾ വിശുദ്ധമായ ഇസ്ലാം എതിർക്കുകയാണ്. ആര് എന്തു പറഞ്ഞാലും വിശുദ്ധ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടാണ്. ഏത് കോലത്തിലേക്കും ഏത് കാലഘട്ടത്തിലേക്ക് പോയെന്ന് പറഞ്ഞാലും 1400 വർഷം മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ കൊണ്ടുവന്നതായ ആ ഖുർആനിനോ ആ പ്രവാചകന്റെ തിരുവചനങ്ങൾക്കോ ഒരു മാറ്റത്തിരുത്തലുകളും ഇല്ല. അന്ന് പറഞ്ഞതും ഇന്ന് പറഞ്ഞതും ആശയമാണ്, ആദർശമാണ്. അത് സമൂഹത്തിന്റെ സമുദ്ധാരണത്തിന് വേണ്ടിയിട്ടുള്ളതാണ്, ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്യമാണ്. ഒരടിമയ്ക്ക് ആഹാരം കുറവ് വരാൻ, സമ്പത്ത് കുറവ് വരാനുള്ള കാരണം അവൻ ചെയ്യുന്ന തെറ്റാണ് അതിന്റെ ഇതിവൃത്തമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊരു വ്യഭിചാരമല്ലേ? അന്യപുരുഷനുമായിട്ടുള്ളതാകുന്ന സങ്കലനം. ഭർത്താവ് ഒന്നിച്ച് മനോഹരമായ ജീവിതം നയിച്ചു, വീണ്ടും പഴയ കോലത്തിലേക്ക് റീയൂണിയൻ നടത്തിയിട്ട് പോകുന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമത്തിനെ സംബന്ധിച്ചിടത്തോളം അത് മോശമാണ്. മുസ്ലിമിന്റെ കാര്യം ഇവിടെ ചർച്ച കേട്ടോ, അല്ലാത്തൊരു ചർച്ചയില്ല. അത് തെറ്റാണ്, പാതകമാണ്. ആ ഒരൊറ്റ തെറ്റിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് റിസ്ക് തടയപ്പെടും. ചില ആളുകൾ നല്ല സമ്പന്നതയിലാണ്, പക്ഷെ പെട്ടെന്ന് തന്നെ അവരുടെ സമ്പത്ത് മുഴുവൻ ചോർന്നു പോകാറുണ്ട്. എന്താ കാരണം എന്നറിയാം? വ്യഭിചാരം. അല്ലാഹു നമ്മളെ കാക്കട്ടെ. വളരെ വലിയ വിഷയമാണത്. വ്യഭിചാരം എന്ന് പറഞ്ഞാൽ ഭർത്താവ് ഗൾഫിൽ അല്ലെങ്കിൽ ഭർത്താവ് നാട്ടിൽ തന്നെയുണ്ട്, ഭാര്യ ഭർത്താവ് അറിയാതെ മറ്റുള്ളവരെ വീട്ടിനുള്ളിൽ വിളിച്ചു കയറ്റുന്നു. ചിലപ്പോൾ കണ്ടിട്ടില്ല, ചില ടൗണിലൊക്കെ അങ്ങാടിയിലൊക്കെ ചില ബൈക്ക് ഒറ്റപ്പെട്ടിരിപ്പുണ്ട്. കാരണം എന്താ? മതിൽ ചാടി പോയേക്കും അതിന്റെ ഉടമസ്ഥൻ. രാത്രി 2 മണിക്ക് കൊണ്ട് വെക്കും, സുബൈക്ക് മുമ്പ് ബൈക്ക് ഒന്ന് തിരിച്ചെടുക്കും. അങ്ങനെയുണ്ട്, ദിക്റെല്ലാം പോകുന്നു. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ചില സ്ഥലങ്ങളിലുണ്ട്. ഞാനിങ്ങനെ കാസർഗോഡ് മുതൽ ഇങ്ങനെ സഞ്ചരിക്കുന്നതല്ലേ, അതുകൊണ്ട് ഇതെല്ലാം നിങ്ങൾ കാണുന്നതാണ്. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ചില ഗ്രാമങ്ങളിലൊക്കെ കാണാം. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. വൈകിട്ടാകുമ്പോ ചില മതിൽ ചാട്ടക്കാർ, പകല് ഭാര്യ ആ കിടക്കുന്ന പത്രം ഇങ്ങോട്ട് എടുക്കുമെന്ന് പറഞ്ഞാൽ പോലും എടുക്കാൻ പറ്റാത്ത ടീമാണ്. കുനിയാൻ മേലെ എനിക്ക് കലസ്ട്രോളാന്ന് പറയുന്ന ടീം വൈകിട്ട് നോക്കുമ്പോൾ 2 മണിക്ക് ഹൈ ജമ്പ്, മതില് ചാട്ടം, പരിപാടി. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ.
ഇങ്ങനെയുള്ള ആളുകളുണ്ട്, ഇഷ്ടം പോലെയുണ്ട് സമൂഹത്തിൽ. ഒക്കെ പകൽമാന്യന്മാരായിട്ട് നടക്കുക, വലിയ ആളായിട്ട് നടക്കുക സമൂഹത്തിൽ. അവരോർക്കൊന്നും ഇതൊന്നും ആർക്കും അറിയില്ല എന്നാണ്. രഹസ്യമായി നടത്തുന്ന പരിപാടികൾ ഇതൊക്കെ പരസ്യമാകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ചിന്തിച്ചോ, നാളെ മഹ്ശറയിൽ ഇതെല്ലാം വലിയ സ്ക്രീനിൽ പ്രദർശിപ്പിക്കും. ഈ ചാടുന്ന ചാട്ടം ഇന്ന് നിങ്ങൾ ഈ പറയുന്ന വാദക്കെ നിസാരവൽക്കരിക്കും. നാളെ ഈ പറയപ്പെടുന്നതാകുന്ന ഓരോന്നും നാളെ സ്ക്രീനിൽ കാണിക്കപ്പെടും, കൺമുന്നിൽ കാണാൻ പോവാൻ. ആചാര്യ രാത്രി പോകുന്നത് 4 ഉംറ ചെയ്ത ആചാര്യാണ്. കാബയുടെ കില്ല പിടിച്ച കയ്യാണ്. ആ കയ്യുമായിട്ട് വേറെ അങ്ങോട്ടോ പോവാൻ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. പാതിരാത്രി സമയം ഓട്ടമാണ് ആചാര്യ, തിരക്ക്. നബിതങ്ങൾ പറഞ്ഞു, ദാരിദ്ര്യമെത്തിക്കും. ഇന്നൽ അബ്ദ ലയുഹരിമു റിസ്ഖ ബിദംബി അല്ലദി യുസീബുഹു. മുത്തുനബിയുടെ അധ്യായമാണ്. ശരിയല്ലേ? ഇന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കി, വ്യഭിചരിച്ചതാകുന്ന ആളുകളുടെ കുടുംബങ്ങളിലൊക്കെ ദാരിദ്ര്യമുണ്ടാകും, ഉറപ്പാണ്. യൂരിസുൽ ഫഖറ, ദാരിദ്ര്യമാണ് അവർ അനന്തരമെടുക്കുക. ഹബീബ് മുഹമ്മദ് മുസ്തഫ. കഴിക്കാൻ അന്നം ഉണ്ടാവൂല, അന്നത്തിന് വേണ്ടിയാണ് ഈ പോകുന്നത്. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്കി റെഡ് സീറ്റിലും മറ്റുമൊക്കെ പണിയെടുക്കുന്നവർ, അവർക്ക് ആ പണി തന്നെയാണ്. ഖിയാമത്ത് വരെ അത് വിട്ട് വേറൊരു പണിക്ക് പോയിട്ടില്ല. ഈ അടുത്തിടെ ഒരു സഹോദരൻ ഒരു വീഡിയോ കാണിക്കുകയുണ്ടായി. 2000 രൂപയ്ക്കൊക്കെ സ്വന്തം ശരീരം വിറ്റ് തിന്നുന്ന ആളുകൾ ഈ കൊച്ചു കേരളത്തിലുണ്ട്. നിങ്ങൾ വൈകിട്ട് കരുനാപ്പള്ളി ടൗണിലോട്ട് പോവാ, ഹുൻസകളെ കാണാം, നല്ല റാഹത്തായിട്ട് രാത്രി നിൽക്കാൻ വന്ന് അതിലേക്കൂടെ പോകണമെങ്കിൽ അജയരെ 2000 രൂപ ഉണ്ടെങ്കിൽ കറങ്ങാം, നമുക്ക് പോവാന്ന് പറയും. അള്ളാഹു മുളക്കാക്കട്ടെ. 2000 രൂപയ്ക്ക് സ്വന്തം ശരീരം വിൽക്കണം. ആലോചിച്ച് നോക്ക് നിങ്ങൾ. മുമ്പ് 20,000-നും 1,00,000-നും ഒക്കെ വിറ്റോണ്ടിരുന്ന ശരീരങ്ങളാണ്. മുമ്പ് അങ്ങനെയാ കേട്ടിരുന്നത്. അത് മാറിയിട്ട് ഇപ്പൊ എത്രയാ വില? എത്രയാ? 2000 രൂപയ്ക്ക് ഫുൾ നൈറ്റ്, രാത്രി മുഴുവൻ ഹയാത്താക്കാം. പോരാനെ പറയും. അവരെ കൊണ്ടുപോകാനും ആളുണ്ട്. സുബൈക്ക് മുമ്പ് ഇവരുടെ കാര്യങ്ങൾ നിറപടിയാക്കാൻ ടീംസും ഉണ്ട്. അതാ രസം. കറക്റ്റ് സമയമാകുമ്പോൾ 2 മണിയൊക്കെ ആകുമ്പോൾ ഒരു കാറും എടുത്തോണ്ട് അതിലേക്കൂടെ വരും, ഇല്ല ബൈക്ക് എടുത്തോണ്ട് വന്നിട്ട് ബകേറിക്കോ പുറയിരുത്തിക്കൊണ്ട് കറങ്ങാൻ. അപ്പൊ അതിനല്ലേ ജനങ്ങൾക്ക് സമയം. ജനങ്ങൾക്ക് ഇങ്ങനെ ആർമാദിക്കണം. ഒരു റജബും വേണ്ട, ശഅബാനും വേണ്ട, റമദാനും വേണ്ട, അടിച്ചു പൊളിക്കൽ തന്നെ. പഴീക്കൽ ബീച്ചുകൾ കണ്ടില്ലേ? പുതിയ ഹോട്ടലുകൾ തുടങ്ങിയിട്ട് ആ ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച് വൈകിട്ട് നൈറ്റ് ക്ലബ്ബുകളും നിശാ ക്ലബ്ബുകളും സംഘടിപ്പിക്കാൻ, ഡിസ്കോ ബ്രേക്കുകൾ, DJ പാട്ടുകൾ ഇട്ടിരിക്കാൻ. അടുത്തൊരു സഹോദരൻ പറഞ്ഞതാ. നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മളെ കാക്കട്ടെ. പറയാൻ പേടിയാണ് സത്യത്തിൽ. കാരണം പറയുമ്പോൾ അറിയാത്ത കോമ കൂടി പോവാണ്. അതാണ് ഇപ്പോഴത്തെ കാലം. ആളുകൾ നന്നാവട്ടെ എന്ന് ഓർത്ത് പറയുമ്പോൾ, നല്ല ഉദ്ദേശത്തിൽ പറയുമ്പോൾ, അവിടെ എപ്പോ തുടങ്ങി സാർ നമ്മൾ അറിഞ്ഞില്ലല്ലോ, നാളെ തന്നെ അങ്ങോട്ട് പോയേക്കാം, നാളത്തെ വാതിന് നമ്മളില്ല, അസ്സലാമു അലൈക്കും. ഇതാണ് കൗമ്. പറയാൻ പേടിയാ. ചിലപ്പോ ഇപ്പൊ ഓൺലൈനിൽ ഇരിക്കുന്നവർ ഇപ്പോഴേ പോയിട്ടുണ്ടാവും. അത് തീരുന്നതിന് മുമ്പ് അവിടെ എത്തും, എവിടെയാണെന്ന് അറിയാൻ വേണ്ടി. അതാണ് നമ്മുടെ തലമുറ. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കാം. DJ പാട്ടുകളിട്ട് തുള്ളാണ്. അവിടെ തുള്ളുന്നതിന് നേതൃത്വം കൊടുക്കുന്നത് തലയിൽ തട്ടമിട്ട മുസ്ലിം താത്തമാര്. അവിടെയാണ് നമുക്ക് വിഷയം. അല്ലാതെ വല്ലവരും കൂടെ തുള്ളുന്നതിന് നമുക്ക് ഉപദേശിക്കാൻ തന്നെ അർഹതയുണ്ടോ? അപ്പൊ അങ്ങനെയാണല്ലോ എല്ലാവരും പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ ദീൻ പറഞ്ഞാൽ മതി എന്നാണ്. നമ്മൾ നമ്മുടെ ദീനുള്ളവരോടാ പറയുന്നത്, മുസ്ലിമീങ്ങളോടായി പറയുന്നത്. നിങ്ങൾ അങ്ങനെ പോകരുത്, ശ്രദ്ധിക്കരുത്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അപ്പൊ അങ്ങനെയാണ്. ഇത് പറയുമ്പോൾ ഇതിന്റെ മുറിക്ലിപ്പ് എടുത്തിട്ട് ഒരു ഭാഗത്തിരുന്നിട്ട് പറയും, ഞങ്ങൾ ഉപദേശിക്കാൻ നിങ്ങളാര് നീ ചോദിക്കുന്ന കുറെ കൗമുണ്ട്. അവരോട് പറയാനുള്ളത് നിങ്ങളോടല്ല പറഞ്ഞത്, നിങ്ങൾ അങ്ങനെ തന്നെ പൊയ്ക്കോ, ഞങ്ങൾ മുസ്ലിമീങ്ങളോടായി പറഞ്ഞത്. മുസ്ലിമീങ്ങളിൽ പെടുന്ന ചില ആളുകാരുണ്ട്, നിങ്ങൾ ഞങ്ങളെ ഉപദേശിക്കണ്ടെന്ന് പറയുന്നത്. അങ്ങനെയുള്ള കാപട്യത്തിന്റെ മുഖത്ത് ആളുകളോടും പറയുന്നില്ല, നല്ല സുന്നികളായ ആളുകളോടാണ് ഈ പറയുന്നത്. എന്റെ മുന്നിലിരിക്കുന്ന ശ്രോതാക്കളോട് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെയാണല്ലോ ഇപ്പൊ എല്ലാത്തിനും വിമർശനം ഉന്നയിക്കുന്ന ആളുകളാണ്. നന്മ ഉപദേശിക്കുന്നത് ആർക്കും ഇഷ്ടമില്ല. ഇത് നബി തങ്ങൾ പറഞ്ഞതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാന കാലഘട്ടമാകുമ്പോ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നന്മ ഉപദേശിക്കുന്ന ആളുകൾ ഉണ്ടാവുകയില്ലത്രേ, തിന്മ വിരോധിക്കുന്ന ആളുകൾ ഉണ്ടാവുകയില്ല. സഹാബത്ത് ചോദിക്കുകയാണ്, അവ കായിനുൻ യാ റസൂലല്ലാഹ്, അങ്ങനെയൊക്കെ ഉണ്ടാകുമോ റസൂലേ? അങ്ങനെ ഒരു കാലഘട്ടം വരുമോ ഹബീബേ? ആദരവായ പ്രവാചകനെ പറയുകയാണ്, തീർച്ചയായും ഉണ്ടാകും സഹാബ. വല്ലദീ നഫ്സി ബിയദിഹി വഅശദ്ദു മിൻഹു സയകൂൻ, അതിനേക്കാൾ വലുത് കാണും സഹാബ, അതിനേക്കാൾ വലുത് കാണും സഹാബ.
സഹാബത്ത് ചോദിക്കുകയാണ്, വമാ അശദ്ദു മിൻഹു യാ റസൂലല്ലാഹ്, നന്മ ഉപദേശിക്കാതെ തിന്മയെ നയിക്കുന്നതായ ഒരു കാലഘട്ടത്തേക്കാൾ മോശമായ ഒരു കാലഘട്ടം ഏതാണ്? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നന്മ ഉപദേശിക്കുന്നവരെ തടയുന്നവരും തിന്മ ഉപദേശിക്കുന്നവരെ വാഴ്ത്തുന്ന കാലഘട്ടവും കടന്നു വരുമത്രേ. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരും. സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയത്തെ സ്ഫുടം ചെയ്ത് അള്ളാഹുവിനെ ഭയപ്പെട്ട് നമസ്കാരങ്ങൾ ചിട്ടവെച്ച് വിശുദ്ധമായ റജബിൽ, അള്ളാഹുവെ റജബിലും ശഅബാനിലും ബറക്കത്ത് ചൊരിയണേ എന്ന് ചോദിച്ച് മുന്നേറുന്ന സ്വാലിഹീങ്ങളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അതിനുവേണ്ടിയുള്ള പ്രയത്നമാണ് നമ്മൾ നടത്തേണ്ടത്. അതിനാണ് ഈ റജബ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.